أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ما لهم به من علم ولا لآبائهم كبرت كلمة تخرج من أفواههم إن يقولون إلا كذبا فلعلك باخع نفسك على آثارهم إن لم يؤمنوا بهذا الحديث أسفا إنا جعلنا ما على الأرض زينة لها لنبلوهم أيهم أحسن عملا وإنا لجاعلون ما عليها صعيدا جرزا. صدق الله العظيم. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ കഹ്ഫിൻ്റെ 5, 6, 7, 8, 4 ആയത്തുകളാണ് ഓതി വെച്ചത്. അർത്ഥം ശ്രദ്ധിക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മാ ലഹും ബിഹി മിൻ ഇൽമിൻ വലാ ലിആബാഇഹിം. മാലഹും അവർക്കില്ല, ബിഹി അതിനെ സംബന്ധിച്ച്, മിൻ ഇൽമിൻ യാതൊരറിവും, അവർക്ക് അതിനെ സംബന്ധിച്ച് യാതൊരറിവുമില്ല. വലാലി ആബാഇഹിം അവരുടെ പിതാക്കൾക്കുമില്ല, അവർക്കോ അവരുടെ പിതാക്കൾക്കോ അതിനെ സംബന്ധിച്ച് യാതൊരറിവുമില്ല. ഖബറത്ത് കലിമത്തൻ, ആ വാചകം, ആ വാക്ക് വളരെ വലുതായിരിക്കുന്നു, അഥവാ വലിയ വാക്കാണ് ആ പറഞ്ഞിട്ടുള്ളത്. തഖ്റുജു മിൻ അഫ്വാഹിം അവരുടെ വായിൽ നിന്ന് വന്നിട്ടുള്ള ആ വാക്ക് വളരെ വലുതാണ്. ഈ യഖൂലൂന ഇല്ല കദിബ അവർ കള്ളമല്ലാതെ ഒന്നും സംസാരിക്കുന്നില്ല, അവർ കളവ് മാത്രമാണ് സംസാരിക്കുന്നത്. ഫലഅല്ലക ബാഖിഉൻ നഫ്സക താങ്കളുടെ ജീവൻ വരെ നഷ്ടപ്പെടുത്തിയേക്കാം. ഫലഅല്ലക ബാഖിഉൻ നഫ്സക താങ്കളുടെ ജീവൻ വരെ നഷ്ടപ്പെടുത്തിയേക്കാം. അലാ ആസാരിഹിം അവരുടെ പിന്തിരിയൽ കാരണത്താൽ, അല്ലെങ്കിൽ അവരുടെ പിറകെ നടന്നുകൊണ്ട്. ഇല്ലം യുഅ്മിനു അവർ വിശ്വസിക്കാത്തത് കൊണ്ട്. ബിഹാദൽ ഹദീസ് ഈ സന്ദേശം. അസഫ ദുഃഖം കൊണ്ട്. ഈ സന്ദേശം അവർ സ്വീകരിക്കാത്ത ദുഃഖം കൊണ്ട് അവരുടെ പിന്നാലെ നടന്ന് താങ്കളുടെ ജീവൻ വരെ താങ്കൾ നഷ്ടപ്പെടുത്തിയേക്കാം. ഇന്നാ ജഅൽന തീർച്ചയായും നാം ഉണ്ടാക്കിയിരിക്കുന്നു, മാ അലൽ അർളി ഭൂമുഖത്തുള്ളതെല്ലാം, സീനത്തല്ലഹ അതിന് അലങ്കാരമാക്കിയിരിക്കുന്നു. ഭൂമുഖത്തുള്ളതെല്ലാം നാം അതിന് അലങ്കാരമാക്കി, സൗന്ദര്യമാക്കി മാറ്റിയിരിക്കുന്നു. ലിനബ്ലുവഹും അവരെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട്, മനുഷ്യരെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട്. അയ്യുഹും അവരിൽ ആരാണ് അഹ്സനു അമല ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്ന്. മനുഷ്യ കൂട്ടത്തിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടി നാം അവരെ പരീക്ഷിച്ചു കൊണ്ടേയിരിക്കുകയാണ്. വഇന്നാ ലജാഇലൂന തീർച്ചയായും നാം അതിനെ ആക്കും. മാ അലൈഹ അതിന് മുകളിലെല്ലാം തന്നെ, ആ ഭൂമിക്ക് മുകളിലുള്ള എല്ലാ വസ്തുക്കളെയും നാം ആക്കും. സഈദൻ മണ്ണ്, ജുറുസ മൊട്ടക്കുന്നായ. ഈ ഭൂമുഖത്ത് ഇപ്പോൾ ഈ കാണുന്ന സൗന്ദര്യമുള്ള എല്ലാ വസ്തുക്കളെയും ഒരു മൊട്ടക്കുന്നായി തരിശാക്കി നാം മാറ്റും. നേരത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല വയുൻദിറല്ലദീന ഖാലു ഇത്തഖദല്ലാഹു വലദ അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് അവർ പറഞ്ഞ വാക്കിനെ സംബന്ധിച്ച്
അത് ഭയങ്കരമായ വാക്കാണ് എന്നും അതിന് മുന്നറിയിപ്പ് നൽകുകയാണ് എന്നും കഴിഞ്ഞ ആയത്തിൽ പറയുകയുണ്ട്. ഈ ആയത്തിൽ കുറച്ചുകൂടി അതിനെ അള്ളാഹു വിമർശിക്കുകയാണ്. മാലഹും ബിഹിമിൻ അൽമിൻ വലാലി ആബായിഹിം, അവർക്കോ അവരുടെ പിതാക്കന്മാർക്കോ ഇതിനെപ്പറ്റി യാതൊന്നും അറിയില്ല, ഒരറിവും അവർക്കില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മക്കളുണ്ടാവില്ല എന്നുള്ള സംഗതി അള്ളാഹു പറഞ്ഞാൽ അത് വിശ്വസിച്ചാൽ മതി. അല്ലാതെ അവർക്കോ അവരുടെ പിതാക്കന്മാർക്കോ ഒന്നും തന്നെ ഒരു നിലക്കുള്ള ഒന്നും തന്നെ അവർക്ക് അറിയില്ല. എന്നിട്ട് പറയുന്നു, ഖബറത്ത് കലിമത്തൻ തഖ്റജു മിൻ അഫ്വാഹിം, അവരുടെ വായിൽ നിന്ന് വന്ന വാക്ക് വളരെ വലുതാണ്. അവരുടെ വായിൽ നിന്ന് പുറത്തു വരുന്ന എന്ന് പറഞ്ഞാൽ തന്നെ പ്രയോഗം തന്നെ വളരെ കടുത്തതാണ്. അവരുടെ ഈ ജൽപ്പനം വളരെ മോശമാണ് എന്നും അവരുടെ ബുദ്ധി തന്നെയും അതിനല്പം പോലും അംഗീകരിക്കുകയില്ല എന്നും ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഹൃദയങ്ങൾ അംഗീകരിക്കാത്ത തന്നെ അവർ മറ്റുള്ളവരെ അനുകരിച്ചുകൊണ്ട് വെറുതെ തട്ടിവിടുന്ന ജൽപ്പനങ്ങൾ മാത്രമാണിത് എന്ന് അല്ലാഹു സൂചിപ്പിക്കാൻ. തഖ്റജുന ഫൈനി യഖൂലുന ഇല്ലാ കദിബ, വെറും കള്ളം മാത്രമാണ് അവരിതുകൊണ്ട് പറയുന്നത്. ഈ സന്ദേശത്തിൽ അവർ വിശ്വസിക്കുന്നില്ല എങ്കിൽ താങ്കൾ ദുഃഖിക്കുകയോ വിഷമിക്കുകയോ ചെയ്യരുത്, താങ്കളുടെ ജീവൻ അപായപ്പെടുത്തരുത്. താങ്കൾ നാം കേവലം ഒരു മുന്നറിയിപ്പുകാരനും താക്കീതുകാരനുമായിട്ടാണ് അയച്ചിട്ടുള്ളത്. അവരെ കൊണ്ട് വിശ്വസിപ്പിക്കുക എന്ന് പറയുന്നത് താങ്കളുടെ ജോലിയല്ല. താങ്കളുടെ കുടുംബക്കാരും ബന്ധുക്കളൊന്നും ഇത് വിശ്വസിക്കുന്നില്ലല്ലോ എന്ന് കരുതി താങ്കളുടെ ജീവൻ പോകുന്ന രൂപത്തിൽ ഇതിൻ്റെ പിന്നാലെ കൂടേണ്ടതില്ല എന്നർത്ഥം. ഇവിടെ ഹദീസ് എന്ന് പറഞ്ഞത് വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിട്ടാണ്. ബിഹാദൽ ഹദീസി, ഈ സന്ദേശത്തെ അഥവാ ഈ ഗ്രന്ഥത്തെ അവർ വിശ്വസിച്ചില്ല എന്നതുകൊണ്ട് താങ്കളുടെ ജീവൻ പോലും താങ്കൾ ഒഴിവാക്കിയേക്കാം ഇതിന് പിന്നാലെ നടന്നിട്ട്. അതുണ്ടാവരുത് എന്ന് പ്രവാചകരെ അല്ലാഹു താക്കീത് ചെയ്യാം. ഇന്നാ ജഅൽനാ മാ അലൽ അർദി സീനത്തല്ലഹ, ഭൂമിക്ക് മുകളിലുള്ള എല്ലാറ്റിനെയും തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് അലങ്കാരമാക്കി. ഭൂമിയെ സൃഷ്ടിച്ചു, അതിനെ അലങ്കരിച്ചു, അതിൽ മനുഷ്യർക്ക് ഉപകാരമായ എല്ലാം ചെയ്തു. മനുഷ്യരാശിയെ ഒരു പരീക്ഷണ വസ്തു എന്ന രൂപത്തിലാണ് അള്ളാഹു ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. അതിൽ നിന്ന് ലബുലുവഹും അയ്യുഹും അഹ്സനു അമല, അവരിൽ ആരാണ് പ്രവർത്തനങ്ങൾ ഏറ്റവും നന്നാക്കി ചെയ്യുന്നത് എന്ന് കാണാൻ വേണ്ടിയിട്ടാണിത്. ഏറ്റവും നല്ല പ്രവർത്തനം ആര് നടത്തുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഭൂമിയെ ഈ രൂപത്തിൽ അലങ്കരിച്ചതും നന്നാക്കിയതും ഒക്കെ തന്നെ. ഒരു വിഭാഗം അവിശ്വസിച്ചു, വേറൊരു വിഭാഗം വിശ്വസിക്കുകയും ചെയ്തു. ഈ അനുഗ്രഹങ്ങളെയൊക്കെ തന്നെ അവർക്ക് നിർത്തൽ ചെയ്യാതെ അനുസ്യൂതം അല്ലാഹു തുടരുകയാണ്. വിശ്വസിക്കാത്ത ആൾക്കാർക്കും ഈ പറഞ്ഞിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും കൊടുക്കുന്നുണ്ട്. അപ്പോൾ പ്രബോധന പ്രവർത്തനങ്ങൾ തുടരുക എന്ന് നബിയെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. കാരണം ഇതിൽ കുറേ ആൾക്കാർ പിറകോട്ട് പോകുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് ഒന്നും ചെയ്യേണ്ടതില്ല. സീനത്ത് എന്ന് പറഞ്ഞാൽ അലങ്കാരം. ചില ആളുകൾ പറഞ്ഞിട്ടുള്ളത് സസ്യങ്ങളും മരങ്ങളും ഒക്കെ തന്നെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വർണം, വെള്ളി, ചെമ്പ് തുടങ്ങിയിട്ടുള്ള ലോഹങ്ങളാണെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. ജീവജാലങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളുമാണ് എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്. ഭൂമിയുടെ അലങ്കാരം എന്ന് പറയുന്നത് മനുഷ്യനും ജീവജാലങ്ങളും വസ്തുവകകളും ലോഹങ്ങളും എല്ലാം ചേർന്നതാണ് എന്നും അഭിപ്രായമുണ്ട്. അപ്പോൾ നന്മ ചെയ്യുന്നവർ ആരാണ് എന്ന് പരിശോധിച്ചറിയാനും അള്ളാഹുവിന് മുൻകൂട്ടി അറിയാത്തത് കൊണ്ടല്ല ഇത് പരീക്ഷിച്ച് വേണം അറിയാൻ എന്ന് ധരിക്കുകയും വേണ്ട. ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും ഈ വാദഗതി അംഗീകരിച്ചിട്ടുണ്ട്. അള്ളാഹു ആദ്യം മുതൽ അന്ത്യം വരെയുള്ള ഓരോ കാര്യവും കൃത്യമായി അറിയുന്നവരാണ്. പരിശോധിച്ചറിയുക എന്ന് പറയുന്നത് അത് സാധാരണ ഇതിൽ നടക്കേണ്ട ഒരു കാര്യം എന്നുള്ള നിലക്കാണ്. എല്ലാം പരിശോധിച്ചിട്ടുണ്ട്, എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട് എന്നറിയുന്ന രൂപത്തിൽ മാത്രമാണ് ആ പരിശോധനയും അതിൻ്റെ അറിവുമൊക്കെ നിലനിൽക്കുന്നത് അർത്ഥം. വൈനാലെ ജായിരൂനമാലേഹ സ്വൈതൻ ജുറുസ, ഇനി ഇത് തന്നെ മൊട്ടക്കുന്നാക്കി മാറ്റിയിട്ട് തരിശു ഭൂമിയാക്കിയിട്ട് മുഴുവൻ സംഗതികളും നശിപ്പിച്ചിട്ട് തരിശു ഭൂമിയാക്കി മാറ്റാനും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ
സൃഷ്ടികളോടുള്ള അള്ളാഹുവിൻ്റെ പെരുമാറ്റം മറ്റൊരാളിൽ നിന്നുണ്ടാകുന്നതാണ് എന്ന് സങ്കല്പിക്കാൻ ഒരിക്കലും തന്നെ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല വേണ്ടി വന്നാൽ ഈ ഭൂമിൻ്റെ പുറത്തുള്ള എല്ലാ അലങ്കാരങ്ങളും, അത് മനുഷ്യൻ പെടും, അതുപോലെ തന്നെ ലോഹങ്ങൾ പെടും, സസ്യജാലങ്ങൾ പെടും, മരങ്ങൾ പെടും, ഒക്കെ പെടും. അതൊക്കെ വേണമെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരൊറ്റ നിമിഷാർദ്ധം മതി മുഴുവൻ നശിപ്പിച്ച് വെറും മുട്ടക്കൊന്നാക്കി മാറ്റാൻ അള്ളാഹ്ക്കൊരു പണിയില്ല. അപ്പം അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ സംബന്ധിച്ച് ഈ തരത്തിലുള്ള വേണ്ടാത്തരങ്ങൾ പറയുന്ന ആൾക്കാരെ അള്ളാഹു ആ സമയത്ത് ശിക്ഷിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഒരവധി അവർക്ക് നീട്ടിക്കൊടുക്കുകയാണ് എന്ന് മാത്രമേ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്നുള്ളത്. ഭൂമുഖത്തുള്ള എല്ലാ വസ്തുവിനെയും ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ അള്ളാഹു നശിപ്പിക്കും. ഭൂമുഖത്തുള്ളതിനെ നാം നശിപ്പിക്കുന്നതാണ് എന്ന ആശയം മറ്റ് പല വചനങ്ങളിലൂടെയും അള്ളാഹു പറയുകയും ചെയ്തിട്ടുണ്ട്. ഇത് മനസ്സിലായിക്കൊണ്ട് മുന്നോട്ട് പോവുക, റബ്ബ് സുബ്ഹാനഹു വ തആല അംഗീകരിക്കുകയും ആരാധിക്കുകയും ചെയ്യുക, അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിതം നന്നാക്കിയെടുക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാം സഹായിക്കട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.